സോ ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസ് എന്താണ്, കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പല ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷനുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇൻട്രാ പേഴ്സണൽ വേഴ്സസ് ഇന്റർ പേഴ്സണൽ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് ഇൻട്രാ ഗ്രൂപ്പ് വേഴ്സസ് ഇന്റർ ഗ്രൂപ്പ്. പിന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. പിന്നെ വരുന്നതാണ് കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് is intrapersonal and interpersonal communication. Okay, so intrapersonal communication എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടോക്കിംഗ് ടു വൺ സെൽഫ്, അല്ലെങ്കിൽ വിത്തിൻ നമ്മൾക്കുള്ളിൽ തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മൾ ചിന്തിക്കാറുണ്ട് ചില കാര്യങ്ങൾ, അല്ലെ? നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും നെറ്റ് എക്സാം വരുന്നു, ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പം പ്ലാൻ ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഇത്ര ദിവസം കൊണ്ട് പഠിച്ചാൽ തീരുവോ, ഇത്ര ചാപ്റ്റർ എനിക്ക് ഇനിയും ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അല്ല, നമ്മൾ കിടക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അല്ലെ? അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മളിപ്പോൾ മറ്റൊരാളോട് പറയുമല്ല, അപ്പൊ നമ്മൾ വേറൊരാളെ വിളിച്ചിട്ട് പറയല്ല എനിക്ക് ഇത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്വയം ഉള്ളിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ അനലൈസ് ചെയ്യാറുണ്ട്, ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയെങ്കിൽ ബെറ്റർ ആയിരിക്കും, നമുക്ക് അതുപോലെ ചെയ്യണമായിരുന്നു. നമ്മൾ ചിലപ്പോൾ അനലൈസ് ചെയ്യും. ചിലപ്പോൾ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായി നമ്മൾ റെസ്പോൺസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വീണ്ടും ചിന്തിക്കും, ഇങ്ങനെ ചെയ്യാമായിരുന്നു. അതൊക്കെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെയാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഡയറി റൈറ്റിംഗ്, നമ്മളിപ്പോ ഡയറി എഴുതുന്നത് മറ്റൊരാൾക്ക് കാണാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല, നമ്മൾക്ക് തന്നെയാണത്, അല്ലെ? അപ്പൊ അതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ പേഴ്സണൽ, നമുക്കുള്ളിൽ തന്നെ. അതിൽ 3 ആസ്പെക്ട്സ് ആണ് വരുന്നത്: സെൽഫ് അവയർനെസ്, പെർസെപ്ഷൻസ്, എക്സ്പെക്ടേഷൻസ്. ഒന്ന് സെൽഫ് അവയർനെസ്, നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ്. പിന്നെ പെർസെപ്ഷൻസ്, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തിനെ വ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ പെർസെപ്ഷൻസ്, അതാണ് സെക്കൻഡ് വൺ. നെക്സ്റ്റ് ഇസ് എക്സ്പെക്ടേഷൻസ്. നമ്മുടെ പ്രതീക്ഷകളുടെ ബേസിസിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ ചിന്തിക്കുന്നത് ഓരോ കാര്യങ്ങൾ, അല്ലെ? ഇപ്പം എക്സാം വരുന്നു, നല്ല സ്കോർ ചെയ്യണം, അപ്പൊ അതൊക്കെ നമ്മുടെ പ്രതീക്ഷകളാണ്, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് ആണ്. അതിന്റെ ബേസിസിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്, ധ്യാനിക്കാറുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെയാണ് നമ്മൾ നമ്മളോട് തന്നെയാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇന്റർപേഴ്സണൽ. ഇന്റർപേഴ്സണൽ ഫസ്റ്റ് ഇസ് ഇൻട്രാ, അടുത്തത് ഇന്റർപേഴ്സണൽ. ഇതൊരു ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ, അതായത് 2 പേരോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു മാസ്, കുറെ ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻട്രാപേഴ്സണൽ അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതിനകത്ത് ഫീഡ്ബാക്ക് ഇല്ല, അല്ലെ? നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഫീഡ്ബാക്ക് തരാനൊന്നുമില്ല, നമുക്ക് എന്തും പറയാം, എങ്ങനെയും പറയാം നമ്മളോട്, അല്ലെ? പക്ഷെ അതേ ഇത് ഇന്റർപേഴ്സണലിൽ വരുമ്പം ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, അല്ലെ? റിസീവർ, അത് കേൾക്കുന്ന ആള് നമുക്കൊരു ഫീഡ്ബാക്ക് തരും. ഓക്കെ, ആൻഡ് അതായത് ഒരാള് കൺവേ ചെയ്യും, മറ്റേ ആള് റിസീവ് ചെയ്യും. ആൻഡ് അപ്പം ആ റിസീവ് ചെയ്യുന്ന ആള് ഉറപ്പായിട്ടും തിരിച്ച് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ടാവും. സോ ദർ വിൽ ബി എ ഫീഡ്ബാക്ക്. പിന്നെ ഒരു മീഡിയം ഉണ്ടാവാം, ഒന്നെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എഴുതി പേപ്പറിൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കുക. അപ്പൊ ഒരു മീഡിയം ഉണ്ടാവും, അല്ലെ? ആൻഡ് ഓൾസോ അത് ഫോർമലും ആവാം, ഇൻഫോർമലും ആവാം. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പം അതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇൻഫോർമൽ ആവാം, നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ഫാമിലിയുമായിട്ട് സംസാരിക്കുന്നത്, അതൊക്കെ ഇൻഫോർമൽ ആണ്. ഇപ്പൊ നമ്മളിപ്പോ അമ്മയോട് ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ പറയുമോ, എനിക്ക് ഇന്ന സമയത്ത് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ എഴുതിയാണോ കൊടുക്കുന്നത്? അല്ല, നമ്മൾ കാഷ്വൽ ആയിട്ട് പോയി സംസാരിക്കും. അപ്പൊ അതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഡയാഡിക് മീൻസ് 2 പേര് തമ്മിലുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 തിങ്സ്. ഓക്കെ, സോ അതാണ് ഇൻട്രാപേഴ്സണലും ഇന്റർപേഴ്സണലും. ഇൻട്രാപേഴ്സണൽ എന്ന് വെച്ചാൽ വിത്തിൻ വൺ സെൽഫ്, നമ്മൾ സ്വയം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ 2 പേരോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ ഉള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് മോർ ദാൻ 1 പേഴ്സൺ ഇസ് ഇൻവോൾവ്. പറയാൻ ഒരാളും കേൾക്കാൻ ഒരാളും വേണം. ആൻഡ് മറക്കരുത്, ഇൻട്രാപേഴ്സണലിൽ ദർ ഇസ് നോ ഫീഡ്ബാക്ക്, പക്ഷെ ഇന്റർപേഴ്സണലിൽ ദർ ഇസ് എ ഫീഡ്ബാക്ക്. അതാണ് മെയിൻ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് വേഴ്സസ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ,
സോ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 2 പീപ്പിൾ. ഓക്കെ, അത് ഇൻട്രാ ഗ്രൂപ്പ് ആവാം, ഇന്റർ ഗ്രൂപ്പ് ആവാം. ഓക്കെ, അത് എന്ന് വെച്ചാൽ ഇൻട്രാ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ തന്നെയുള്ള ആളുകൾ, അതായത് ഇപ്പൊ ടീം മീറ്റിംഗ് നമ്മളിപ്പോ പറഞ്ഞു. ഇപ്പൊ ഒരു വണ്ടി ഷോറൂം, ഫോർ എക്സാമ്പിൾ മാരുതിയുടെ ഷോറൂം എടുക്കുകയാണെങ്കിൽ അവിടെ സെയിൽസ് ടീം ഉണ്ടാവും, ഫിനാൻസ് ടീം ഉണ്ടാവും, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ടീം അവർ വേറെ ഉണ്ടാവും, അങ്ങനെ പല ടീംസ് ഉണ്ടാവും. അപ്പൊ ഒരു ടീമിനകത്ത്, ഇപ്പൊ സെയിൽസ് ടീമിനകത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇല്ല, ഇപ്പൊ കോളേജിലെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സിന് നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാം, മാത്സ് ഉണ്ടാവാം, ഇംഗ്ലീഷ് ഉണ്ടാവാം. അപ്പം കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് ഉള്ളിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഒരേ ഗ്രൂപ്പിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വേറെ എക്സാമ്പിൾ ഇന്റർ സ്കൂൾ മീറ്റ് ഒക്കെ വരുമല്ലോ, നമ്മുടെ കലോത്സവങ്ങൾ വരും, സ്പോർട്സ് മീറ്റുകൾ വരും. അപ്പം 2 സ്കൂളുകൾ, ഇപ്പൊ സ്കൂൾ എയും ബിയും ഉണ്ടെങ്കിൽ രണ്ടിടത്തെയും സ്റ്റുഡൻസ് തമ്മിൽ സംസാരിക്കും. ചിലപ്പം സ്ഥിരം കാണുന്ന കുട്ടികളൊക്കെ ആയിരിക്കും, പല കോമ്പറ്റീഷൻസിന് പോയിട്ട്. അപ്പം 2 ഗ്രൂപ്പുകൾ കൂടി ഇരുന്ന് സംസാരിക്കും. അതൊന്ന്. അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ കോളേജ് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സും കമ്പ്യൂട്ടർ സയൻസിലെ ടീച്ചേഴ്സും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക് പേപ്പേഴ്സ് ഒക്കെ 2 ഡിപ്പാർട്ട്മെന്റിലും വേണ്ടി വരും. അപ്പൊ അതെ, ആരെടുക്കണം, എങ്ങനെ എടുക്കണം. അപ്പൊ 2 ടീമും 2 ഗ്രൂപ്പും ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ്, അങ്ങനെ പല ഗ്രൂപ്പ്സ് വന്നിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. 2 ഗ്രൂപ്പ്സ് തമ്മിലുള്ളതാണ് ഇന്റർ ഗ്രൂപ്പ്. ഇൻട്രാ ഗ്രൂപ്പ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ പലരും ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻട്രാ ഗ്രൂപ്പ് ആൻഡ് ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇന്റർ പേഴ്സണൽ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, കുറെ ആളുകൾ, ഇപ്പം ഒരു കാര്യം ഞാൻ പറയുന്നു, അത് കുറെ ആളുകളിലേക്ക്, ദിസ് ഇസ് മാസ് കമ്മ്യൂണിക്കേഷൻ. സോ കുറെ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലാർജ് സ്കെയിൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു റാലി നടത്തുന്നു, ഒരു ജാഥ നടത്തുന്നു. ശരിക്കും ഒരു റാലിയിലൊക്കെ എന്താ പറയുന്നത്, ദേ ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് ടു ദ പീപ്പിൾ അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, അവിടെ ഒരു ഫീഡ്ബാക്ക് ഇല്ല, റൈറ്റ്? ഒരു കേൾക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ അത് റാലി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്ക് ഒരിക്കലും ഡയറക്റ്റ് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ന്യൂസ് പേപ്പറിലൊക്കെ വരുമ്പം എന്താണ്, നമ്മൾ എഡിറ്റോറിയലൊക്കെ എഴുതാറുണ്ട്, പക്ഷെ അതൊരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് അല്ല, റൈറ്റ്? ജസ്റ്റ് ഒരു ഇപ്പൊ കേട്ടാൽ ഉടനെ ഒരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കാൻ അവിടെ ഒരു പോസിബിലിറ്റി ഇല്ല. അതേപോലെ ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല. ഇപ്പൊ ഒരു പേപ്പറിൽ നമ്മളൊരു ആർട്ടിക്കിൾ വായിക്കുന്നു, ഓക്കെ, വായിച്ചു, അല്ലാണ്ട് നമുക്ക് ആ എഴുതിയ ആളുമായിട്ടോ അല്ലെങ്കിൽ അത് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ മാസ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഗ്രൂപ്പ് അങ്ങനെയല്ല, നമ്മൾക്ക് അറിയാം, നമുക്കൊരു ഡയറക്റ്റ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വരുന്നത്. പക്ഷെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫിക്സഡ് നമ്പർ ഓഫ് പീപ്പിൾ ആയിരിക്കും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം കാണും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ മാസ് കമ്മ്യൂണിക്കേഷനിൽ ആളുകൾ തമ്മിൽ ഒരു ഡയറക്റ്റ് മീറ്റിംഗ് ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് ഇസ് ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ പറഞ്ഞ എക്സാമ്പിള് യൂണിവേഴ്സിറ്റീസിലൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഫോർമൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഗവൺമെന്റ് ഓഫീസസിൽ വരുമ്പം ഒരു പ്രോപ്പർ ചാനൽ ഉണ്ടാവാം ആ കമ്മ്യൂണിക്കേഷന്. എങ്ങനെയായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അത് മിക്കപ്പോഴും ഒരു എന്താ പറയാ ലെറ്റർ പാഡിൽ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫോർമൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ എന്തായിരിക്കും, ഓക്കെ, അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലെറ്റർ പാഡിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആരാണോ ആ മെയിലിൽ ഹെഡിങ് കാണും, എന്ത് പേർപ്പസിനാന്നുള്ള സബ്ജക്ട് കാണും, കണ്ടന്റ് കാണും, താഴെ ഡേറ്റ് കാണും. അപ്പൊ ദാറ്റ് ഈസ് എ ഫോർമൽ ചാനൽ. അതേപോലെ തന്നെ ഒരു ഓഫീസിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴത്തേക്കും ഒരു സബോർഡിനേറ്റിന്, ഇപ്പം ഒരു പ്യൂണിന്, അങ്ങനെ ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ചെന്ന് VC കാണാൻ പറ്റില്ല, വൈസ് ചാൻസലറിനെ കാണാൻ പറ്റില്ല. അപ്പം അവർക്കൊരു ഹെഡ് കാണും, ആ വ്യക്തി ചെന്നിട്ട് ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി PROയോടോ അല്ലെങ്കിൽ രജിസ്ട്രാറിനോടോ പോയി അവർക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. രജിസ്ട്രാർ ആയിരിക്കും അത് വൈസ് ചാൻസലറിന്റെ അടുത്ത് എത്തിക്കുന്നത്. സോ ഒരു പ്രോപ്പർ ചാനൽ കാണും എല്ലാത്തിനും. അതേ ഇതൊരു വൈസ് ചാൻസലർക്ക് സ്റ്റുഡൻസിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യും, ഓരോ HODsനെ അല്ലെങ്കിൽ യൂണിറ്റ് ഹെഡുകളെ വിളിക്കും, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആൻഡ് അവരായിരിക്കും അത് സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി എ പ്രോപ്പർ പ്രീ ഡിഫൈൻഡ് ചാനൽ. ഓക്കെ,
അപ്പം അങ്ങനെ വരുന്ന ഒരു കമ്മ്യൂണിക്കേഷന്റെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ അത് റിലയബിൾ ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരിക്കലും ഒരു ഫേക്ക് ഇൻഫർമേഷൻ അങ്ങനെ വരില്ല. ഒരിക്കലും ഒരു വൈസ് ചാൻസലർ പറഞ്ഞ ഒരു കാര്യമാണെന്നും പറഞ്ഞിട്ട് ഒരു ഫേക്ക് ഇൻഫർമേഷൻ സ്റ്റുഡൻസിന്റെ അടുത്ത് ടീച്ചേഴ്സ് എത്തിക്കില്ല. എപ്പോഴും നമുക്ക് അങ്ങനെ വരുന്ന ഒരു ഇൻഫർമേഷൻ വിശ്വസിക്കാൻ പറ്റും. അതേപോലെ ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ഒരുപാട് ഗവൺമെന്റ് ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതേതൊരു വരുന്നൊരു വാട്സാപ്പ് മെസ്സേജ് നമുക്ക് 100% റിലയബിൾ അല്ല. അപ്പം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഓഫീസേഴ്സ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, NGOസിലൊക്കെ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഇഫക്റ്റീവ്. എന്തുകൊണ്ടാണ് ഇഫക്റ്റീവ്? അത് സിസ്റ്റമാറ്റിക് ആണ്. അതിന്റെ ചാനൽ പ്രോപ്പർ ആയിരിക്കും, അതിന്റെ ഫ്ലോ പ്രോപ്പർ ആയിരിക്കും, എല്ലാം പ്രോപ്പർ ആയതുകൊണ്ട് ഇറ്റ് ഇസ് വെരി ഇഫക്റ്റീവ്. ആൻഡ് ഉറപ്പായിട്ടും ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ആ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം ഒരു വൈസ് ചാൻസലർക്ക് ടീച്ചേഴ്സിന് കൊടുക്കേണ്ട ഒരു നോട്ടാണെങ്കിൽ, നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അത് അവർ മാത്രമേ അറിയൂ. അത് എല്ലാവരും അറിഞ്ഞ് അതിന്റെ സീക്രസി ഒരിക്കലും നഷ്ടമാവില്ല. ആൻഡ് ഇത് ഹൊറിസോണ്ടലും ആവാം, വെർട്ടിക്കലും ആവാം. ഹൊറിസോണ്ടൽ മീൻസ് ഇപ്പം പല ഡിപ്പാർട്ട്മെന്റിൽ ടീച്ചേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ഒരു പല യൂണിറ്റ്, ഇപ്പൊ ഫിനാൻസ് യൂണിറ്റും ടെക്നിക്കൽ യൂണിറ്റ്, എക്സാമിനേഷൻ സെന്റർ, അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും ഫോർമൽ ആയിട്ടുള്ള രീതികളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങളിൽ. ഓക്കെ. ആൻഡ് വെർട്ടിക്കൽ, അതായത് നമ്മൾ താഴോട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈസ് ചാൻസലർ ടു ടീച്ചേഴ്സ് ടു സ്റ്റുഡൻസ്, അതൊരു വെർട്ടിക്കൽ ആണ് അല്ലെ. VC ഉണ്ടാവാം, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അതൊരു വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് ഹൊറിസോണ്ടൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മാത്സ് ഡിപ്പാർട്ട്മെന്റിന്റെ HODയും ഇംഗ്ലീഷിന്റെ HOD, കമ്പ്യൂട്ടർ സയൻസിന്റെ HOD. സോ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ മാത്സിന്റെ HODയും ഇംഗ്ലീഷിലെ ഒരു സ്റ്റുഡന്റും തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നോർമലി ഫോർമലിൽ വരാറില്ല. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വിളിക്കുന്നതാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ആ പേര് മറക്കരുത്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ഇവിടെ ഒരു പ്രോപ്പർ ചാനലൊന്നുമില്ല, ആർക്കും എപ്പോൾ വേണേലും അപ്രോച്ചബിൾ ആണ്, പോയി സംസാരിക്കാം, അങ്ങനത്തെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ. അത് ഫ്രണ്ട്സ് തമ്മില്, കൊളീഗ്സ് തമ്മില്, ഫാമിലി മെമ്പേഴ്സ് തമ്മില്, കസിൻസ് തമ്മില്, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട്സ്, ഫാമിലി, ഫേസ് ടു ഫേസ് ആയിരിക്കും കൂടുതലും, അല്ലെങ്കിൽ മാക്സിമം മെസ്സേജിങ് ആപ്പ്, അങ്ങനെ ഒരു രീതിയിൽ എനി ഡയറക്ഷനിലാവാം. അപ്പൊ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എനി ഡയറക്ഷൻ, അവിടെ ഇതുപോലെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഒന്നും പറയാനില്ല, ആർക്കും ആരോടും എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് റിലേഷൻസ്. ഇപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എന്താ പറയാ പുതിയതായിട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ HR ടീം ഒക്കെ നമ്മളോട് അവിടുത്തെ എന്ത് പോസ്റ്റ് ആണെങ്കിലും വന്നിട്ട് ഒരു ഹായ് പറഞ്ഞൊരു റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കും അല്ലെ. അത് ഭയങ്കര ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പൊ വന്നിട്ട് ഞാൻ പ്യുവർലി വർക്ക് റിലേറ്റഡ് അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു, നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു, വിശേഷങ്ങളും ഇൻട്രസ്റ്റും ഒക്കെ ചോദിച്ചു. സോ അതൊരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം അത് റിലേഷൻ ബിൽഡിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ. കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻഡറും റിസീവറും ഡയറക്റ്റ് ടച്ചിലായിരിക്കും. സോ അതായത് ഡയറക്റ്റ് സെൻഡറും റിസീവറും ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് സെൻഡർ ഒരു കാര്യം പറഞ്ഞു, ഇത് സെൻഡർ, ഇത് റിസീവർ. ഓക്കെ. സെൻഡർ ഒരു കാര്യം പറഞ്ഞു, റിസീവർ അത് കേട്ടു, റിസീവർ ഫീഡ്ബാക്ക് അപ്പൊ തന്നെ കൊടുത്തു. ഓക്കെ. സോ ദിസ് ഇസ് കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ ഇപ്പൊ ഇനി മോർ ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും അതൊരു ലിമിറ്റഡ് നമ്പർ ആയിരിക്കും. ഇപ്പം HOD, ഒരു ക്ലാസ് ടീച്ചർ, ഒരു സ്റ്റുഡന്റ് റെപ്പ്. ഓക്കെ. അപ്പോഴും അവിടെ ലിമിറ്റഡ് ആയിരിക്കും, അതൊരു കണ്ടിന്യൂസ് ആയിരിക്കും. HOD ഒരു കാര്യം ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ സ്റ്റുഡന്റിനോട് പറഞ്ഞു, ചിലപ്പോൾ സ്റ്റുഡന്റ് ഡയറക്റ്റ് ആയിട്ടായിരിക്കും അതിന്റെ റെസ്പോൺസ് HODയുടെ അടുത്ത് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് അപ്പൊ തന്നെ ടീച്ചറിനോട് പറയും, ടീച്ചർ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ടീച്ചർ അത് അപ്പൊ തന്നെ HODയോട് പറയും. അതൊരു സൈക്കിൾ ആയിരിക്കും. ആൻഡ് വളരെ പെട്ടെന്ന് അപ്പൊ തന്നെ ആയിരിക്കും റെസ്പോണ്ട് വരുന്നത്. ആൻഡ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ലിമിറ്റഡ് ആയിരിക്കും, 3 പേര് അല്ലെങ്കിൽ 4 പേര്, അങ്ങനെ ഒരു ലിമിറ്റ് കാണും. ആൻഡ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കേണ്ടത് കൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതായത് ഈ 3 പേരുടെ അവൈലബിലിറ്റി നോക്കണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞു ടീച്ചറിന് ഇപ്പം പെട്ടെന്നല്ല, ഇപ്പൊ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ടീച്ചർ HOD വന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞു, എന്നിട്ട് ടീച്ചർ സ്റ്റുഡന്റിനെ കാണുമ്പോഴായിരിക്കും പറയുന്നത്. സ്റ്റുഡന്റ് ക്ലാസ്സിൽ പോയി അവരുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പറഞ്ഞിട്ടായിരിക്കും പിന്നെ ആയിരിക്കും തിരിച്ചു വന്ന് ടീച്ചറിനോട് പറയുന്നത്. എന്നിട്ടായിരിക്കും ഈ ടീച്ചർ വന്നിട്ട് HODയോട് സംസാരിക്കുന്നത്. അപ്പൊ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ ഇത് ഒരു എന്താ പറയാ, ഒരു ഓഫീസ് ലെവലിലോട്ട് പോവാണെങ്കിൽ, ഇപ്പൊ കോളേജ് ലെവലിലല്ല, ഒരു ഓഫീസ് ലെവലിലോട്ടൊക്കെ പോവാണെങ്കിൽ
ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനാണെങ്കിൽ പോലും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അത് ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. സമയം പോകുന്നത് കൊണ്ട് ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും മെയിൽ പോകണം, അപ്പൊ അതിന്റെ എക്സ്പെൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പം എക്സ്പെൻസീവ് ആയിരിക്കും. ആൻഡ് മെയിൻ എക്സാമ്പിൾ വരുന്നത് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ചാറ്റ് സെഷൻസ്. ഇപ്പം എന്താ പറയുക, കമ്പനികളിലൊക്കെ അവർക്ക് സ്കൈപ്പ് അക്കൗണ്ട്സ് ഒക്കെ കാണും, ആൻഡ് അവർ ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ എല്ലാവരും ചാറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് എല്ലാവരും തമ്മിൽ വരുന്നത്. ഈ ഒരു ടീം തമ്മിൽ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരും. സോ അതാണ് ചാറ്റ് സെഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആയിരിക്കും ഇതിൽ കൂടുതൽ വരുന്നത്. ഓക്കെ, നോൺ കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻഡറും റിസീവറും തമ്മിൽ ഒരു ഡയറക്റ്റ് ടച്ച് ഇല്ല. ദേ ഡോണ്ട് ഹാവ് എ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഈച്ച് അതർ. അതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പക്ഷെ ഒരു ഡയറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, റീഡിങ് എ ബുക്ക്. ഇപ്പം ഒരു ഓതർ, ഇപ്പം ആരാണ്, ഈ ബാലഗുരുസ്വാമി എഴുതിയൊരു ബുക്ക്, നമ്മുടെ ജാവയുടെ ബുക്ക്. ഓക്കെ, നമ്മൾ ആ ബുക്ക് വായിക്കുന്നു. ഓക്കെ, നമ്മൾ ആ ബുക്ക് വായിക്കുന്നു, ബുക്കുണ്ട്, നമ്മൾ ആ ബുക്ക് വായിക്കുന്നു. ശരിക്കും നമ്മളും ആ ഓതറും തമ്മിൽ എന്തെങ്കിലും ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ബുക്ക് വായിച്ചു, പഠിച്ചു, പോയി. നമ്മളത് കണ്ടിന്യൂസ് ആണോ? അല്ലെങ്കിൽ ബുക്ക് വായിച്ചു, നല്ല ബുക്കാന്നൊക്കെ നമ്മൾ തിരിച്ച് ഓതറിനോട് പോയി പറയുമോ? ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാലും നമ്മൾ ചിലപ്പം ചില ആളുകൾ ഇത് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതല്ലാണ്ട്, ഇപ്പൊ ഒരു ലിറ്ററേച്ചർ ബുക്കാണ്, ഒരു നല്ല കഥ പുസ്തകമാണെങ്കിൽ നമ്മളത് വായിച്ചു, ചിരിച്ചു, കഴിഞ്ഞു വെച്ചു. അല്ലാണ്ട് നമ്മൾ പിന്നെ അതിന്റെ ബേസിസിൽ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ ഒന്നും നമ്മൾ ഓതറിന്റെ അടുത്ത് പോകത്തില്ല. റൈറ്റ്, ദാറ്റ് ഈസ് നോൺ കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ. അത് കണ്ടിന്യൂസ് അല്ല, ഒരു ഡയറക്റ്റ് ടച്ച് ഇല്ല. ഓക്കെ, പക്ഷേ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ റീച്ച് കിട്ടും. അതായത് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 1000 പേര് വായിക്കും. അതായത് ഞാൻ അതൊരു കാര്യമായിട്ട് നേരിട്ട് പറയാൻ പോയാൽ മാക്സിമം ഒരു 10 പേരെടുത്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 20 പേരെടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ അതേ ഇതൊരു ബുക്കായിട്ട് എഴുതി, അല്ലെങ്കിൽ ഈവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ പോലും, അതും നോൺ കോണ്ടിഗ്യൂസ് ആണല്ലേ ഫേസ്ബുക്ക് പോസ്റ്റ്, പക്ഷെ അതിനൊരു ഫീഡ്ബാക്ക് പാർട്ട് വരും, കമന്റ്സ് ഇടാൻ പറ്റുന്നുണ്ട്, ഒരു ഫീഡ്ബാക്ക് പാർട്ട് വരും, പക്ഷെ ഒരു ഗ്രേറ്റർ റീച്ച് വരും അവിടെ. റൈറ്റ്, നമ്മളൊരു ഡയറക്റ്റ് ടച്ചിലോ കോണ്ടാക്റ്റിലോ അല്ല, പക്ഷെ ഒരു ഗ്രേറ്റർ റീച്ച് വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ കോണ്ടിഗ്യൂസ് കമ്മ്യൂണിക്കേഷൻ. ഡയറക്റ്റ് വേഴ്സസ് മീഡിയേറ്റഡ്. ഓക്കെ, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, നേരിട്ട്, അല്ലെ, ഇടയ്ക്ക് ഒന്നും ഇല്ലാണ്ട് നേരിട്ട് ഞാൻ സംസാരിക്കുന്നു. സോ ദാറ്റ് ഇസ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മീഡിയം ഇല്ല ഇവിടെ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ there is a മീഡിയം, അതായത് ഫേസ് ടു ഫേസോ ഡയറക്റ്റോ ഒന്നുമല്ല, ഒരു മീഡിയം ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ TV, സോഷ്യൽ മീഡിയ, റേഡിയോ, ഒന്നും വേണ്ട. നമ്മളിപ്പം ക്ലാസ് എങ്ങനെയാ നോക്കുന്നത്? ഒന്നെങ്കിൽ ഒരു വീഡിയോ വയ യൂട്യൂബ്, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് വരുന്നത്. അപ്പൊ എന്താണ്, അവിടെ ഒരു മീഡിയം ഉണ്ട്, ആ ഒരു ഓൺലൈൻ മീഡിയം ഉണ്ട്. ഒന്നെങ്കിൽ ഗൂഗിൾ മീറ്റ്, അല്ലെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ സൂം മീറ്റിംഗ്. അതാണ് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വരുന്ന മീഡിയം. സോ ഒരു ഡയറക്റ്റ് അല്ല. അതായത് ഒരു ക്ലാസ്സിൽ ഇരുന്ന ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, ടീച്ചർ നേരെ നമ്മളോട് പറയുന്നു. പക്ഷെ അതേ ഇത് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അതൊരു മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫേസ് ടു ഫേസ് അല്ല, ഡയറക്റ്റ് അല്ല, നോട്ട് ഡയറക്റ്റ്. ഓക്കെ, ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ അവിടെ വരുന്നില്ല വയ എ തേർഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഒരു മീഡിയം വഴിയാണ്. അതേപോലെ നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നു, അതൊരു വയ സോഷ്യൽ മീഡിയ. അപ്പം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു മീഡിയം ആണ്. അപ്പൊ ഞാൻ ഇടുന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു, അതാണ് എന്റെ ഫ്രണ്ട്സ് കാണുന്നത്, അല്ലാണ്ട് ഞാൻ ഡയറക്റ്റ് ഓരോരുത്തരോടല്ല സംസാരിക്കുന്നത്. സോ ദർ ഇസ് എ മീഡിയം. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. Depending upon the flow of message, communication is categorized as 3: horizontal, vertical, diagonal. ഓക്കെ, അപ്പൊ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷന് വേറെ പേരാണ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഈക്വൽ റാങ്കിലുള്ള ആളുകൾ, ഈക്വൽ സ്റ്റാറ്റസിലുള്ള ആളുകൾ, പല ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇംഗ്ലീഷിന്റെ HOD, മാത്സിന്റെ HOD, കമ്പ്യൂട്ടർ സയൻസിന്റെ HOD. ഓക്കെ, ഇവർ 3 പേരും കമ്മ്യൂണിക്കേറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. കാരണം 3 പേരും ഓഫ് ഈക്വൽ റാങ്ക് ആണ്, 3 പേരും HODs ആണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. പക്ഷേ ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് 3 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ ഈക്വൽ റാങ്കിലുള്ള HODs ആണ് ഡിസ്കസ് ചെയ്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ തന്നെ
ഇപ്പം ഒരു മാനേജർ സെയിൽസ് ഹെഡിനോട് സംസാരിക്കും, സെയിൽസ് ഹെഡ്. ഓക്കെ, ആ സെയിൽസ് ടീമിലുള്ള പിള്ളേരോട് സംസാരിക്കും, സെയിൽസ് ടീം. അപ്പൊ അതൊരു ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ തിരിച്ച് ഒരു സെയിൽസ് ടീം വന്നിട്ട് അവരുടെ സെയിൽസ് ഹെഡിനോട് റിപ്പോർട്ട് ചെയ്യും, സാർ ഈ മാസം സെയിൽസ് ഭയങ്കര ലോ ആയിരുന്നു. അപ്പം സെയിൽസ് ഹെഡ് തിരിച്ച് മാനേജറിനോട് തിരിച്ച് മേളിലോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വരും. എന്ത് പറയും, സാർ ഈ മാസം സെയിൽസ് ഭയങ്കര ലോ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കച്ചവടം ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പം അതൊരു വെർട്ടിക്കലാണ്. എല്ലാവരും ഒരു ലെവലിലുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ ഒരു റാങ്കിലുള്ള ഒരു ഡെസിഗ്നേഷനിലുള്ള ആൾക്കാരല്ല, എല്ലാവരും പല ഡെസിഗ്നേഷനിലുള്ള ആളുകളാണ്. ഓക്കെ, അപ്പൊ അതിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അഭിപ്രായം പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം ഒരിക്കലും ഒരു സെയിൽസ് ടീമിലെ ഒരു സ്റ്റാഫിന് മാനേജറിനോട് പോയിട്ട് ഒരു അഭിപ്രായം പറയാനൊന്നും പറ്റില്ല, ആ ഒരു ബുദ്ധിമുട്ട് വരും. ഓക്കെ, അതേപോലെ ഈഗോ ക്ലാഷസ് എപ്പോഴും വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് റാങ്ക് ഫ്രം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഡിഫറെന്റ് ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിലെ HOD മാത്സിലെ അസിസ്റ്റന്റ് പ്രൊഫസറിനോട് സംസാരിച്ചു. ഓക്കെ, അതൊരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഡിഫറെന്റ് റാങ്ക് ആണ്. അതേപോലെ ഇംഗ്ലീഷിലെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ BSc കമ്പ്യൂട്ടർ സയൻസിനൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കാണും. അപ്പൊ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കാമെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ആദ്യം പോയിട്ട് കമ്പ്യൂട്ടർ സയൻസിലെ HODയോട് റിപ്പോർട്ട് ചെയ്യും, മാം ഞാനാണ് ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പൊ അതൊരു ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഡിഫറെന്റ് റാങ്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അതാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ സെയിൽസിലെ സ്റ്റാഫ് വന്നിട്ട് ഫിനാൻസിലെ ഹെഡിനോട് എന്തെങ്കിലും കാര്യം സംസാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് സെയിം റാങ്ക് ആയിരിക്കണം, ഒരേ ലെവലിലുള്ള ആളുകൾ, ഒരേ ലെവൽ. അപ്പൊ അതാണ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പല ലെവൽസ്, ഇതെന്ന് പറഞ്ഞാൽ പല ലെവൽ പക്ഷെ പല ഡിപ്പാർട്ട്മെന്റുകളായിരിക്കണം. അതാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള സെക്ഷൻ ആണ്. ഓക്കെ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്വേർഡും ഡൗൺവേർഡും ഉണ്ടാവാം. ഒന്ന് ലോവർ അതോറിറ്റി ടു ഹയർ റാങ്ക് ആണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞല്ലോ, സെയിൽസ് ടീമിലെ ആള് വന്നിട്ട് സെയിൽസ് മാനേജർ അല്ലെങ്കിൽ ഓഫീസ് ഫുൾ മാനേജറിനോട് പോയിട്ട് സംസാരിക്കുന്നു. അപ്പം ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കാൻ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ സെയിൽസ് ഫീഡ്ബാക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ ഒരു സജഷൻ ബോക്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് സെയിൽസ് ടീം പറയും, സർ ഈ മാസം ചില പ്രൊഡക്റ്റുകളൊക്കെ മഴയാവുമ്പോൾ സെയിൽ കുറയും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെയാണ് സജഷൻ കൊടുക്കാൻ, സർ ഈ മാസം മഴയായിരുന്നു, സെയിൽ കുറവായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഒരു സജഷൻ അവിടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സജഷൻ ബോക്സ് ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ എഴുതിയിടും അല്ലെ. ഇപ്പൊ കോളേജസിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സജഷനോ ഗ്രീവൻസസോ ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ബോക്സിൽ എഴുതിയിടും, അത് HOD ആദ്യം നോക്കും, എന്നിട്ട് അത് പ്രിൻസിപ്പളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്, നമ്മൾ പറഞ്ഞ പോലെ ഈഗോ ഇഷ്യൂസ് വരും. അതായത് ഹയർ റാങ്കിലുള്ളവർ ചിലപ്പോൾ താല്പര്യപ്പെടില്ല വളരെ ലോ റാങ്കിലുള്ള ആളുകൾ വന്നിട്ട് സജഷൻസ് പറയുന്നതോ അല്ലെങ്കിൽ അങ്ങോട്ട് സംസാരിക്കുന്നതോ ചിലപ്പം താല്പര്യപ്പെടാത്ത കേസസ് വരും. ഓക്കെ, സബോർഡിനേറ്റ്. പിന്നെ അതേപോലെ തന്നെ തിരിച്ച് സബോർഡിനേറ്റേഴ്സ്, താഴെയുള്ള ലെവലിലുള്ള ആളുകൾ, അതായത് സെയിൽസ് ടീമിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും മേളിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ. സാർ സെയിൽസിൽ എന്നൊക്കെ പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അല്ലെ, നമ്മുടെ ഒരു തെറ്റാണോ എന്നുള്ളൊരു പേടി കൊണ്ട് ബുദ്ധിമുട്ട് തോന്നും. അതേപോലെ സുപ്പീരിയേഴ്സിനും ഒരു ഇൻസൾട്ടഡ് ഫീലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് പറയാൻ ചെല്ലുമ്പം we say there are chances to get insulted എന്നുള്ളത്. ഓക്കെ, പിന്നെ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഹയർ അതോറിറ്റി ടു ലോവർ. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞ മാനേജർ തിരിച്ച് താഴോട്ട് സെയിൽസ് മാനേജർ സെയിൽസ് ഹെഡിനോട് പറയുവാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ മാസം സെയിൽസ് കൂട്ടാൻ പറ്റും, അല്ലെ കച്ചവടം കൂട്ടാൻ പറ്റും എന്ന് പറയുക. അപ്പം സെയിൽസ് ഹെഡ് വന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഏരിയ ആയിട്ട് നോക്കുക, ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കച്ചവടം ഉണ്ടോ നോക്കുക. അപ്പം അതൊരു ഐഡിയ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ ടൈപ്പ് കമ്മ്യൂണിക്കേഷനിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കുക, ഇൻഫർമേഷൻ എല്ലാ ആളുകളും, ഇപ്പൊ സെയിൽസ് ടീമിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും അത് എത്തുന്നുണ്ടോ എന്ന് അറിയണം. ഇപ്പം 5 പേർക്ക് ഇൻഫർമേഷൻ കിട്ടി, ബാക്കി 5 പേർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സോ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഒരു പ്രശ്നം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പിന്നെ നമ്മൾ പറയാറില്ലേ, പലയിടത്തുനിന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഇൻഫർമേഷൻ ലോസ് വരും അല്ലെ. അപ്പൊ ചിലപ്പോൾ മാനേജർ പറയുന്ന ഇൻഫർമേഷൻ ഫുൾ ആയിട്ട് സെയിൽസ് ടീമിലുള്ള ആളുകളിൽ എത്തി എന്ന് വരില്ല, എത്തണം, പക്ഷെ there are chances that എത്തി എന്ന് വരില്ല.
കാരണം ചിലപ്പം ചില ഇൻഫർമേഷൻസ് മിസ്സായി പോകാം, അല്ലെങ്കിൽ ചില പോയിന്റ്സ് മറന്നു പോകാം, വിട്ടുപോകാം. നമ്മൾ പറയത്തില്ല അയ്യോ ഞാൻ വിട്ടുപോയി ആ കാര്യം പറയാൻ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ മെസ്സേജ് ചിലപ്പോൾ ഡിസ്റ്റോർട്ടഡ് ആവും, ചിലപ്പം കാര്യം എന്താണോ ഉദ്ദേശിച്ചത് മാറിപ്പോകും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനി എങ്ങനെയൊക്കെ നമുക്ക് മെസ്സേജസ് കൺവേ ചെയ്യാം? നമ്മൾ പറഞ്ഞു നമ്മൾ സംസാരിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, പിന്നെന്താണ് എഴുതി നോട്ടീസ് ആയിട്ട് എഴുതി കിട്ടാറുണ്ട്. അങ്ങനെ പല രീതികളുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് റിട്ടേൺ ഫോം എന്ന് പറയുന്നതാണ് ടെക്സ്റ്റ് ഫോം. അതായത് നമ്മൾ എഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ്, റിപ്പോർട്ടുകൾ, പോസ്റ്റേഴ്സ്. ഇപ്പൊ നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിക്കാറുണ്ട്. അതൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ റിട്ടേൺ ഫോം ആവാം, വെർബൽ ആവാം, അതായത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആവാം, റേഡിയോ ബ്രോഡ്കാസ്റ്റ് ആവാം, TV ചാനലിൽ വരുന്ന വേർഡ്സ് അതാവാം. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടിനേക്കാളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ അല്ലെങ്കിൽ ജസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. സിമ്പിൾസ് ആൻഡ് ജസ്റ്റേഴ്സ്, അത് നമ്മൾ ചിരിച്ചു കാണിക്കുന്നു, അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആക്ച്വലി നമ്മൾ ഒരാളെ കാണുമ്പോൾ ഫസ്റ്റ് ചിരിച്ചു കാണിക്കുന്നു, അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു ഐ മൂവ്മെന്റ്, ഇപ്പൊ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആണെങ്കിൽ നമ്മുടെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും എന്ന് പറയും. സോ ആ നമ്മുടെ കണ്ണിന്റെ ആ ഒരു മൂവ്മെന്റിൽ നമ്മൾ പറയുവാണ് ഞാൻ ടെൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ പേടിച്ചിരിക്കുവാണ്, ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. വോയിസ് മോഡുലേഷൻ, നമ്മളിപ്പം എന്താ പറയാ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ഒച്ച പോകും അല്ലെ, നമ്മൾ ചില ഒച്ച ഭയങ്കര റേസ് ആവും ചിലർക്ക്. അപ്പൊ അത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, നോൺ വെർബൽ ആണ്. ഞാൻ വാക്കുകളിൽ വന്നില്ലെങ്കിലും ആ ഒച്ച പൊങ്ങുമ്പം ദാറ്റ് മീൻസ് ദാറ്റ് പേഴ്സൺ ഇസ് ആംഗ്രി. അതേപോലെ ബോഡി പോസ്ചർ, നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുവാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് പേഴ്സൺ ഇസ് റിലാക്സ്ഡ്. അതായത് നമ്മൾ ഭയങ്കര പേടിച്ച് ഭയങ്കര പുറകോട്ടൊക്കെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആകെ കൈ കിട്ടി പേടിച്ചൊക്കെ നിൽക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് പേഴ്സൺ ഇസ് അഫ്രൈഡ് ഓഫ് സംതിങ്, അല്ലെങ്കിൽ പേടിച്ചിരിക്കുവാണ്. അപ്പം ബോഡി പോസ്ചർ, അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നേരെ നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് നേരെ നിന്ന് സംസാരിക്കുക എന്ന് പറയും. കാരണം നമ്മുടെ ബോഡി പോസ്ചർ, നമ്മുടെ ഐ മൂവ്മെന്റ്, ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദേ കമ്മ്യൂണിക്കേറ്റ് സർട്ടൻ തിങ്സ്. ഓക്കെ, പിന്നെ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. നോർമലി ചില യൂണിവേഴ്സിറ്റീസിലും അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ IIT NIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വരാറുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരാറുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരാറുണ്ട്, അതേപോലെ ഈവൻ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരാറുണ്ട്. സോ അവിടെ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ വരാറുണ്ട്. ആൻഡ് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് നമ്മൾ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പല ഐഡിയാസ്, പല വാല്യൂസ്, പല സ്ഥലത്ത് എന്താണ് നടക്കുന്നത്, അവിടെ ഒരു കാര്യത്തിന്റെ മീനിങ് എന്താണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അപ്പൊ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. സോ അപ്പൊ ഇതൊക്കെ തമ്മിൽ ഷെയർ ചെയ്യും. ഈ ലക്ഷദ്വീപിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് നമുക്ക് സാറിന് കോളേജസിൽ വരാറുണ്ട്. സോ അവർ വരുമ്പോഴായിരിക്കും അവർ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ രീതികളൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കതൊക്കെ കേട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഒരു പ്രശ്നം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോമൺ ലാംഗ്വേജ് ആണ്. ഇപ്പം ചിലപ്പം ചില സ്ഥലങ്ങളിൽ വരുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലൂവന്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അത്രയും ഈസി ആയിരിക്കില്ല അവർക്ക്. അപ്പൊ ഒരു കോമൺ ലാംഗ്വേജ് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഇപ്പൊ നമുക്ക് ഹിന്ദി ഈസി ആയിരിക്കില്ല അവർ സംസാരിക്കുമ്പോൾ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതാണ് ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഇഷ്യൂസ് പറയുവാണെങ്കിൽ ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആണ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ കോമൺ ലാംഗ്വേജ് ഇല്ല. പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൊണ്ട് ചിലപ്പം ചില കാര്യങ്ങളിൽ പൊരുത്തപ്പെടാൻ പറ്റാതെ വരാറുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരും. എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എൻ ഈഗോ. ഒരാളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ബേസിസിൽ നമ്മൾ ചിലപ്പം അടച്ചങ്ങ് പറയും ആ ഏരിയയിലുള്ള ഒരു കുള്ളില്ല, അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഒരു ചീത്തയായിരിക്കും. അങ്ങനെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് പലരും പറഞ്ഞ് അങ്ങനെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ആ സ്ഥലത്തുള്ള ഒരു കുള്ളിലില്ല, പക്ഷെ ആക്ച്വലി അങ്ങനെയൊന്നും അല്ലായിരിക്കും. നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ, നമ്മളവരെ മനസ്സിലാക്കി കഴിയുമ്പോഴേ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇനിഷ്യലി ഈ ഒരു ഈഗോ കിടക്കും. സോ അതാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് ടേം ആണ്. ഏതോ ഒരു വർഷം എക്സാമിന് ചോദിച്ചൊരു ടേം ആണ്. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. എന്താണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷന്റെ ബെനിഫിറ്റ്സ്? മറ്റുള്ളവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി കൂടും. പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകളാകുമ്പം പല ഐഡിയാസ് വരും, എല്ലാവരും നല്ലതായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആംബിഗ്വിറ്റി ടോളറൻസ് പറയാറുണ്ട്. ഈ IITസിലും NITസിലും ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇങ്ങനെ പല ആളുകൾ വന്ന് അവിടെ പഠിച്ച കുട്ടികൾക്ക് അവർക്ക് എന്താ പറയാ പല രീതികളും പല കൺഫ്യൂഷൻസ് ഒക്കെ വന്നാലും അവരതിനെ ടോളറേറ്റ് ചെയ്യാൻ അവർക്ക് ഈസി ആയിട്ട് പറ്റും. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ചിന്തകൾ അവർ കണ്ടിട്ടുണ്ട്. സോ അവർക്ക് ടോളറൻസ് കൂടുതലായിരിക്കും. ആൻഡ് കോൺടാക്ട്, ഓപ്പൺനെസ് ടു കോൺടാക്ട്, അവർ ഈസി ആയിട്ട് ആൾക്കാരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാനും മിങ്കിൾ ചെയ്യാനും പോകും. അവർക്കൊരു ബുദ്ധിമുട്ടേ കാണത്തില്ല.
അതേപോലെ ബിഹേവിയർ ഫ്ലെക്സിബിലിറ്റി. ഇങ്ങനെ പല ആളുകളെ, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളെ കാണുമ്പം, അല്ലെങ്കിൽ അവരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈസി ആയിട്ട് എന്താ പറയാ, എവിടെ ചെന്നാലും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമ്മൾ പറഞ്ഞില്ലേ, പല ആളുകളെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, എംപതി ഉണ്ടാവും, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓൾസോ മോട്ടിവേഷൻ ടു പെർഫോം. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെക്കാളും ചിലപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മളെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ അല്ലേ, പക്ഷെ അവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവർ നന്നായി പഠിക്കുന്നു, സോ നമ്മളും പഠിക്കണം. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ വരാറുണ്ട്. സോ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾവേസ് എസെൻഷ്യൽ ഫോർ എന്താ പറയാ, നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് പോകാൻ എപ്പോഴും വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എന്നത്തെയും പോലെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, when verbal and non-verbal messages are contradictory, it is said that most people believe in dash. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നൊരു ആൻസർ പറയൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും രണ്ടും കോൺട്രഡിക്റ്റ് ആയിപ്പോയി. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒന്ന് പറഞ്ഞു, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വേറൊന്ന് പറഞ്ഞു. അപ്പം ആൾക്കാർ ഏതിൽ വിശ്വസിക്കും? ഓക്കെ, ആൻസർ ശരിക്കുള്ള ആൻസർ നോൺ വെർബൽ മെസ്സേജസ് ആണ്. നമ്മൾ പറയാറുണ്ട്, അവൻ അത് പറഞ്ഞപ്പോ അവന്റെ കണ്ണിലോട്ട് നോക്കിയോ, ആ ഒരു കള്ളത്തരം ഇല്ലായിരുന്നോ, എനിക്ക് ഒരു കള്ള ലക്ഷണമില്ലേ, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളാണ്. അപ്പം ഒരാൾ പറയുന്നതിൽ, അയാളുടെ വാക്കുകളിലും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരുടെ ബോഡി ലാംഗ്വേജിലോ അല്ലെങ്കിൽ അവരുടെ കണ്ണിലോ അല്ലെങ്കിൽ അവർ കൈ എങ്ങനെ വെക്കുന്നു, അവരെങ്ങനെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും. That means more importance to non-verbal messages. അപ്പം രണ്ടും പറയുന്നതും നമ്മുടെ നോൺ വെർബൽ ആയിട്ട് കാണുന്നതും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നാൽ നമ്മൾ കൂടുതൽ വിശ്വസിക്കാൻ പോകുന്നത് നോൺ വെർബൽ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ.